നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ തുറന്ന കോടതിയിൽ നടത്തണമെന്ന് അതിജീവിത. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് അതിജീവിത അപേക്ഷ നൽകിയത്. നിലവിൽ അടച്ചിട്ട കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിലെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് കേസിലെ വിചാരണ തുറന്ന കോടതിയിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ അതിജീവിത അപേക്ഷ നൽകിയിരിക്കുന്നത്. വിചാരണ കോടതിയിൽ നടക്കുന്ന കാര്യം പുറം ലോകം അറിയണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ പ്രതികൾ. 2 പേരെ നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. 2018 മാർച്ചിൽ ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികളാണ് വർഷങ്ങൾക്കു ശേഷം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത്. കേസിൽ സാക്ഷി വിസ്താരം 1.5 മാസം മുൻപ് പൂർത്തിയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുമായി ബന്ധപ്പെട്ട് അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. 1 മാസത്തിനകം അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനാണ് സാധ്യത. അതേസമയം അതിജീവിത നൽകിയിരിക്കുന്ന അപേക്ഷയിൽ കോടതിയും ഒപ്പം പ്രതിഭാഗവും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. സി മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.